കെ ഷാനിബിലേക്കാണ്. ഷാനിബ്, ഇപ്പോൾ CPM-നോടുള്ള ചോദ്യമാണല്ലോ ഇപ്പോൾ ഷാഫി പറമ്പിൽ ചോദിച്ചത്. അതാണ് CPM-നോട് തിരിച്ചു പറയുന്ന ഒരു മറുപടി. നമുക്കിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലേക്ക് തന്നെ വരികയാണെങ്കിൽ, ഇപ്പോൾ 6 ദിവസമായല്ലോ, എന്താണോ പിടികൂടാത്തത്? അല്ല, പോലീസ് പിടികൂടാനുള്ള എല്ലാ രീതിയിലുള്ള അന്വേഷണം നടത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടുന്ന വിവരം എല്ലാവിധ പ്ലാനിങ്ങോട് കൂടിയിട്ടാണ്, ആസൂത്രണത്തോടെയാണ് ഇയാൾ ഒളിവിൽ താമസിക്കുന്നതെന്നും ഒളിച്ച് പോകാനുള്ള സൗകര്യങ്ങളൊക്കെ മുൻകൂട്ടി തയ്യാറാക്കിയതിന് ശേഷമാണ്, അത്രയും പ്ലാൻ ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ അയാൾ ചെയ്യുന്നത് എന്നുള്ളൊരു വിവരമാണ് നമുക്ക് കിട്ടുന്നത്. അത് ബാക്കി കാര്യങ്ങൾ സ്വാഭാവികമായും അയാൾ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. അത് നാളെയാണ് പരിഗണിക്കുന്നത്. അത്തരം കാര്യങ്ങൾ കൂടിയൊക്കെ പരിഗണിച്ചിട്ടായിരിക്കും അറസ്റ്റിലേക്ക് പോകാത്തത്. കൃത്യമായി എനിക്ക് പോലീസിൻ്റെ വേർഷൻ പറയാനാവില്ല. പക്ഷെ മറ്റൊരു കാര്യം, ഇവിടെ കോൺഗ്രസ്സിന് വേണ്ടി സംസാരിച്ചയാൾ പറഞ്ഞ ഒരു കാര്യം, പരാതി ഇപ്പോഴാണ് കിട്ടിയത് എന്നാണ്. ഞാൻ എത്രയോ തവണ ഈ വിഷയത്തിൽ ചർച്ച ചെയ്ത് അവസാനം ഞാൻ കഴിഞ്ഞ 1-2 ദിവസം ഇതുമായി ബന്ധപ്പെട്ട് നേരെ അനുഭവം ഉണ്ടായിട്ടുള്ള ഒരു പെൺകുട്ടിയായിട്ട് സംസാരിക്കുകയും അവർക്ക് പരാതി കൊടുക്കാൻ മാത്രം പറ്റാത്തത് കൊണ്ട് മാത്രം പരാതി കൊടുക്കാതിരിക്കുകയും ചെയ്യുകയാണ്. അവരുടെ വീട്ടുകാർ ഇതറിഞ്ഞാലുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്നൊരു കാര്യമാണ്. നമ്മളതൊക്കെ കേട്ട് എനിക്ക് തന്നെ ഒരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യേണ്ട അവസ്ഥയിൽ വരെ ഉണ്ടായിട്ടുള്ള അതിക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ. ഞാൻ തുറന്നു പറഞ്ഞാൽ, ഞാൻ ആദ്യം പത്രസമ്മേളനം നടത്തുന്ന സമയത്ത് ഈ പാർട്ടിയിൽ നിന്ന് പുറത്താകുന്നത് വരെ ഇത്രയും ഭീകരമാണ് അവസ്ഥ എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇയാളുടെ കുറേ ശല്യപ്പെടുത്തലുകളും മെസ്സേജ് അയക്കലുകളും പുറകെ പോകുന്ന കാര്യങ്ങളും പ്രായഭേദമന്യേ ഇയാളുടെ ഇടപെടലുകളും അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരുന്നെങ്കിലും ഇത്ര ക്രൂരമായ കാര്യങ്ങൾ ഇയാൾ ചെയ്തിട്ടുണ്ടെന്ന് സാധാരണ മനുഷ്യന് ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങളെ അല്ല. അത് 1-ഓ 2-ഓ അല്ല. ഇപ്പോൾ ഈ ഒരു പരാതി കൂടി വരുമ്പോഴാണ് നമ്മൾ കൂടുതൽ ഞെട്ടലോടുകൂടി കാണുന്നത്. അതായത് ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കാമെന്ന് ഉറപ്പ് കൊടുക്കുന്നു. ആ പെൺകുട്ടിയുടെ വീട്ടുകാർ അതിന് സമ്മതം മൂളുന്നു. അതിനുശേഷം ആ പെൺകുട്ടിയെ ദുരുപയോഗം ചെയ്യുന്നു. എന്നിട്ട് പിന്നെ വിവാഹത്തിൽ നിന്ന് പിന്മാറുന്നു. ഇത് നമുക്ക് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ആ പെൺകുട്ടി പരാതി തെളിയിക്കട്ടെ എന്നാണ്. ഒരു പരാതി അയച്ചതുപോലും ആ പെൺകുട്ടി തെളിയിക്കട്ടെ എന്ന അവസ്ഥയിലാണ് കോൺഗ്രസിന് വേണ്ടി സംസാരിക്കുന്ന നിസാമിനെ പോലെയുള്ള ആളുകൾ സംസാരിക്കുന്നത്. പിന്നെ ആരാണ് പരാതി പറയാൻ വരുന്നത്? ആരാണ് ഈ വിഷയത്തിൽ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. എൻ്റെ എല്ലാവരും കേട്ടതാണ്. ആദ്യം ഒരു പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടി പരാതി കൊടുത്തു എന്ന് പറയുന്നതല്ലാതെ അതിൻ്റെ തെളിവ് എവിടെയെന്നാണ് അദ്ദേഹം ചോദിച്ചത്. പറഞ്ഞിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ അതിൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ കോൺഗ്രസിന് വേണ്ടി സംസാരിക്കുന്ന ആളായി അതുകൊണ്ട് നിങ്ങൾ എന്തും പറയും എന്ന അവസ്ഥയിലാണ് നിങ്ങൾ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ കുറച്ച് മുമ്പ് വടകര MP-യുടെ ഒരു പ്രതികരണം കേട്ടു. അയാൾ ഇതെല്ലാം പറഞ്ഞിട്ട് വീണ്ടും മറ്റ് കേസുകളെ കുറിച്ച് സംസാരിക്കാൻ പുറപ്പെടുകയാണ്. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം. ഇത് ഏറ്റവും ആദ്യം പ്രതിപക്ഷ നേതാവ് VD സതീശൻ അറിയുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പെങ്കിലും ഈ വിഷയങ്ങൾ വളരെ കൃത്യമായി അറിഞ്ഞിട്ടുള്ള ആളാണ് ഈ പറയുന്ന വടകര MP. അയാളുടെ മുമ്പിൽ പരാതി എത്തിയിട്ടുണ്ട്. അയാളുടെ മുമ്പിൽ ഈ പറയുന്ന ഈ സൈക്കോപാത്ത് ക്രിമിനൽ തന്നെ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ട്. അയാൾ അതെല്ലാം സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിർദ്ദേശിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇപ്പോൾ ഒന്നും അറിയാത്തതുപോലെ ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു രാഷ്ട്രീയ പ്രതികരണം ഈ വിഷയത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അയാൾക്കില്ല. അയാൾ കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗത്തിൽ പറയുന്നത് കേട്ടു, വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടുകാരെങ്കിലും ചോദിക്കില്ലേ എന്തിനാണ് അയാളെങ്ങനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഈ പറയുന്നയാൾ, പാലക്കാട് MLA ആയിരിക്കുന്നയാൾ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പറഞ്ഞത്, ഞാൻ മത്സരിക്കുന്നു, ഞാൻ എങ്ങനെയാണോ മത്സരിക്കുന്നത്, എൻ്റെ ഉത്തരവാദിത്വം എങ്ങനെയാണോ അതുപോലെയാണ് ഈ സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചാൽ നിങ്ങൾക്ക് എന്നെ ജയിപ്പിക്കുന്നത് പോലെ തന്നെയാണെന്ന് പറഞ്ഞ ആൾക്ക് ജനങ്ങളോട് മറുപടി പറയാൻ ഉത്തരവാദിത്വം ഇല്ല എന്നാണോ? മറ്റാരേക്കാളും ഉത്തരവാദിത്തമുള്ള ആളാണ് ഇപ്പോൾ വടകര MP ആയിട്ടിരിക്കുന്നയാൾ. അപ്പോൾ എല്ലാ സംരക്ഷണവും ഒരുക്കി കൊടുക്കും. ഞാൻ ഒരു തെളിവ് കൂടി ഞാൻ നിങ്ങളോട് പറയാം. ഇപ്പോൾ ഇയാൾ പാലക്കാട് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എല്ലാ വീട്ടിലും വോട്ട് ചോദിക്കാൻ ഇറങ്ങി. അപ്പോൾ കോൺഗ്രസ്സുകാർ പറയാണ്, വോട്ട് ചോദിക്കാൻ ആരൊക്കെ ഇറങ്ങും, അതൊന്നും എല്ലാവരും കോൺഗ്രസ് മെമ്പർഷിപ്പുള്ളവരായിക്കൊള്ളണമെന്നില്ല എന്നാണ്. സ്ക്രൂട്ടിനി യോഗത്തിൽ ഇയാളാണ് പങ്കെടുത്തത്. UDF സ്ഥാനാർത്ഥിയുടെ സ്ക്രൂട്ടിനി യോഗത്തിൽ പങ്കെടുത്തിട്ട് സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് വാദിക്കുന്നത് നമ്മൾ കണ്ടില്ലേ? അത് കോൺഗ്രസ് തീരുമാനിക്കാതെ ഒരാൾക്ക് ആ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയുമോ?
കോൺഗ്രസ് പറയാതെ അങ്ങനെ ഒരു യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയുമോ? യൂത്ത് കോൺഗ്രസിന്റെ KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. അയാൾക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ പോയത് ഇയാളാണ്. ആ KSUവിന്റെ ജില്ലാ പ്രസിഡന്റും ഇയാളും തമ്മിൽ വോട്ട് ചോദിക്കാൻ വേണ്ടി ഇറങ്ങുന്ന പിന്നെ വീഡിയോയും റീൽസും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന വടകര MP-യുടെ സമ്മതമില്ലാതെ, അയാളുടെ നിർദ്ദേശമില്ലാതെ നടക്കൂ. KPCCയുടെ ജനറൽ സെക്രട്ടറി, ഇന്ന് നിങ്ങൾ കാറുമായി ബന്ധപ്പെട്ട് ബൈറ്റ്സ് എടുക്കാൻ വേണ്ടി പോയിട്ടുള്ള KPCCയുടെ ജനറൽ സെക്രട്ടറി, അയാൾ ആരാണ്? അദ്ദേഹം ആരാണ്? ഈ പാലക്കാട് ജില്ലയിലെ ഈ പറയുന്ന വടകര MP-യും ഈ KPCC ജനറൽ സെക്രട്ടറിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പാലക്കാട്ടെ എല്ലാവർക്കും അറിയാം. ഇദ്ദേഹത്തിൻ്റെ സമ്മതമില്ലാതെ, ഇദ്ദേഹത്തിന് നിർദ്ദേശമില്ലാതെ ഒരു കാരണവശാലും ഈ പറയുന്ന KPCC ജനറൽ സെക്രട്ടറി ഇയാളോടൊപ്പം പരിപാടിയിൽ പങ്കെടുക്കില്ല. 2 നടിമാർ പങ്കെടുത്ത വീടിൻ്റെ തറക്കല്ലിടൽ ചടങ്ങിലൊക്കെ എല്ലാ സംഘാടനവുമായിട്ട് ഇവർ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. VK ശ്രീകണ്ഠൻ പറഞ്ഞത് അയാളെ സസ്പെൻഡ് ചെയ്തിട്ടല്ലേ ഉള്ളൂ, വേറൊന്നും. അപ്പം നമ്മളിപ്പോഴാണ് ഈ കാര്യങ്ങൾ അറിയുന്നത്, ഈ പിന്നെ പരാതിയെക്കുറിച്ച്. അവർ പക്ഷെ ഇതിന് മുമ്പേ അറിഞ്ഞിട്ടും ഒരു മനുഷ്യത്വത്തിൻ്റെ കണികയെങ്കിലും ഇവരുടെ ഉള്ളിലുണ്ടെങ്കിൽ ഒരിക്കലും ഇവർക്ക് ഇതുപോലെ ഒരാളെ പിന്നെ തോളിലേറ്റി കൊണ്ടു നടക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ചർച്ചയിൽ തന്നെ എനിക്ക് മാധ്യമങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത്, ഈ പരാതി കൊടുക്കുന്ന ആളുകളുടെ പേരന്വേഷിച്ച് നിങ്ങൾ പോയിട്ടില്ല. റിപ്പോർട്ടർ ചാനൽ മിതമായിട്ടാണ് ഈ വാർത്തകൾ കൈകാര്യം ചെയ്യുന്നത്, ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. പക്ഷേ ഇനി പരാതി പറയാൻ ഒരുപാട് പേർ പരാതി പറയാൻ തയ്യാറായി നിൽക്കുന്ന, ഞാൻ പറയുന്നു എന്നോട് സംസാരിച്ച് നിൽക്കുന്ന പെൺകുട്ടികളുണ്ട്. അവർക്ക് ധൈര്യസമേതം പുറത്തു വന്ന് പരാതി പറയാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കണം. സമൂഹം വളരെ കരുതലോടുകൂടി സർക്കാർ കൂടിയാണ്. ഷാനിബ്, അക്കാര്യത്തിൽ സർക്കാരാണ് അതിനുള്ള ധൈര്യം നൽകേണ്ടത്. ഇപ്പോൾ ആദ്യമായിട്ടായിരിക്കാം ഈ സൈബർ ആക്രമണത്തിൽ ഒരാളെ ജയിലടയ്ക്കുന്നത്, അല്ലെ? സൈബർ ആക്രമണത്തിന് നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള വീഡിയോകളിലൂടെ സംസാരിച്ച രാഹുൽ ഈശ്വർ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നു. വേറെ ആരും ആ രൂപത്തിൽ, വേറെ പരാതികളിലൊന്നും ആ രൂപത്തിലുള്ള നടപടി വളരെ വേഗം ഉണ്ടായിട്ടില്ല. അതെ, അത് വെറുതെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകല്ല. കൃത്യമായി അയാൾക്കെതിരെയുള്ള മുഴുവൻ തെളിവുകളും ശേഖരിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള അറസ്റ്റ് നടക്കുകയും കൃത്യമായിട്ട് അയാൾക്ക് ജാമ്യം കിട്ടാത്ത തരത്തിൽ തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് അത് ചെയ്തു എന്നുള്ളതാണ്. അത് ഞാൻ പറയുന്നു, ചിലപ്പോൾ നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചിട്ടുള്ള ഇത്തരം കേസുകളോട് എടുക്കുന്ന ഈ ലാഘവ നിലപാടിൽ നിന്ന് മാറി ഇതൊരു ഗൗരവത്തിൽ, ഞാൻ പറയുന്നു, മറ്റൊരു കാലഘട്ടത്തിലും ഇത്തരം കേസുകൾ നമ്മൾ കേട്ടിട്ടില്ല. ഞാൻ ഒരു കാലഘട്ടത്തിലും, രാഷ്ട്രീയത്തിലെന്നല്ല, ഒരു ഘട്ടത്തിലും ഇതുപോലത്തെ കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടില്ല. അതായത് പ്രണയം നടിക്കുക, വിവാഹ വാഗ്ദാനം നൽകുക, എന്നിട്ട് ഇവരുടെ ആവശ്യം കഴിയുമ്പോൾ ഒഴിവാക്കി വിടുക, ഇത് നമ്മൾ ഒരിക്കലും കേട്ടിട്ടില്ലാത്തൊരു കാര്യമാണ്. അതിനെ സീരിയസ് ആയിട്ട് തന്നെ കോൺഗ്രസ്സുകാർ, ഒരുപാട് ആളുകൾ എനിക്ക് പിന്തുണയോട് കൂടിയിട്ട് ഒരുപാട് പേർ എന്നോട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറയുന്നു ഷാഫി പറമ്പിലിൻ്റെ പിന്തുണയുള്ളത് കൊണ്ട് മാത്രമാണ് അയാൾക്ക് ഇപ്പോൾ രക്ഷപ്പെട്ടു നിൽക്കാനും പാലക്കാട് സജീവമാകാനും. പാലക്കാട് ഷാഫി പറമ്പിലിന്റെ പിന്തുണയില്ലാതെ പാലക്കാട് വന്ന് യൂത്ത് കോൺഗ്രസ്സുകാർ അയാളുടെ കൂടെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. ഇപ്പോൾ വന്നിരിക്കുന്ന മേലിൽ ഫെനിയുടെ പേരുമുണ്ട്. കാരണം ഈ പെൺകുട്ടിയെ കൊണ്ടുപോയ സ്ഥലത്ത് അയാൾക്കൊപ്പം കൂടെ വന്നിരുന്നത് ഫെനി ആയിരുന്നു എന്നുള്ള ഓർക്കണം. അല്ല, ഫെനി ആ സമയത്തെ കാര്യമാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി ഇയാൾ മാറുന്നതിന് മുൻപത്തെ കാര്യമാണ്. ഡോക്ടർ എം എൻ കാരശ്ശേരിയിലേക്കും അതോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് ഷാനിബയിലേക്കും വ്യാജ ID കാർഡൊക്കെ ഉണ്ടാക്കുന്ന കാലം. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.